പോലീസിനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ CPM നേതാവ് VK നിഷാദിന്റെ പരോൾ നീട്ടിയിരിക്കുന്നു. 15 ദിവസത്തേക്കാണ് പരോൾ നീട്ടിയത്. പിതാവിന്റെ ചികിത്സ ചൂണ്ടിക്കാട്ടിയാണ് ഈ മാസം 26 വരെ പരോൾ അനുവദിച്ചത്. പയ്യന്നൂർ നഗരസഭാ കൗൺസിലറായി വിജയിച്ച നിഷാദ് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അഭിജിത്ത് മുഴക്കുന്ന ചെയ്യുന്നു. അഭിജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? വിനീത, നവംബർ 25-നാണ് VK നിഷാദിനെ 20 വർഷത്തേക്ക് കോടതി ശിക്ഷിക്കുന്നത്. അതും പോലീസിനെ ബോംബെറിഞ്ഞ കേസിലായിരുന്നു. അതിനിടയിലാണ് ഇയാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്നതും കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെടുന്നതും. പിന്നീട് 1 മാസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ VK നിഷാദിന് പരോൾ അനുവദിക്കുന്നു. അത് വലിയ ചർച്ചയായതാണ്. എങ്ങനെയാണ് 1 മാസത്തിനുള്ളിൽ ശിക്ഷ ലഭിച്ച് ഇയാൾക്ക് പരോൾ ലഭിച്ചത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അന്നും പിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇയാൾ പരോൾ അപേക്ഷ നൽകിയതും പിന്നീട് അത് ജയിൽ വകുപ്പ് അംഗീകരിക്കുന്നതും പരോൾ ലഭിച്ചിയാൽ പുറത്തിറങ്ങുന്നതും. ആ പരോൾ കാലാവധി കഴിയുന്നതിന് തൊട്ട് മുൻപ് തന്നെ അയാൾക്ക് വീണ്ടും പരോൾ കൂടുതലായി അനുവദിച്ചു നൽകി. ഇതാ ഇപ്പോൾ വീണ്ടും 3ാമതും VK നിഷാദിന് പരോൾ നീട്ടി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണ സർക്കാർ തന്നെയാണ് ഈ പരോൾ നീട്ടി നൽകിയിട്ടുള്ളത്. 15 ദിവസത്തേക്കാണ് പരോൾ ദിവസങ്ങൾ, കൂടുതൽ ദിവസങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. അതായത് ഈ മാസം 26 വരെ VK നിഷാദിന് പുറത്തു കഴിയാം. അതിനുശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തിരികെ എത്തണം എന്നുള്ളതാണ് നിലവിലെ വ്യവസ്ഥ. നിലവിൽ ഇയാൾ ഇതുവരെ ഈ പയ്യന്നൂർ നഗരസഭയിലേക്കുള്ള കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അതിന് ചില നിയമപ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അതേസമയം 1 മാസത്തിനുള്ളിൽ ഈ വിജയിച്ച് 1 മാസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളതാണ് ചട്ടം. അങ്ങനെയല്ല എങ്കിൽ ഇയാളുടെ ഈ അംഗത്വമൊക്കെ റദ്ദ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ കൂടി ഒരു അനിശ്ചിതത്വം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ആ സമയത്താണ് VK നിഷാദിന് വീണ്ടും 15 ദിവസത്തേക്ക് കൂടി പരോൾ നീട്ടി നൽകുന്നത്. വിനീത, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.